ടേഴ്സ് ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം. വിഷ്ണു മഞ്ജു കഥയും തിരക്കഥയൊക്കെ ഒരുക്കിയിരിക്കുന്ന സിനിമ. മുകേഷ് കുമാർ സിംഗ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. ഈ മുകേഷ് കുമാർ സിംഗിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഇതിനു മുമ്പ് ഒരു സംവിധായകനായിരുന്നില്ല. സിനിമാ മേഖലകളിൽ അദ്ദേഹം പ്രത്യേകിച്ച് സിനിമകളൊന്നും ഡയറക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സീരിയലുകൾ കാണുന്നത്, അതായത് നമ്മുടെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഏതാണ്ട് 86-87 കാലഘട്ടങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്ത മഹാഭാരതമല്ല, അതിനുശേഷം എനിക്കൊന്ന് 2014-15 ആ വർഷങ്ങളിലൊക്കെ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന മഹാഭാരതം ഒരുക്കിയിട്ടുള്ള ഡയറക്ടറാണ് മുകേഷ് കുമാർ സിംഗ് എന്ന് പറയുന്നത്. കാര്യം ക്വാളിറ്റിക്കകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ഡയറക്ടറാണ് അദ്ദേഹം എന്നുള്ളത് നമ്മൾ മഹാഭാരതത്തിൻ്റെ അന്നും ഇന്ന് പോലും യൂട്യൂബിലൊക്കെ അത്തരത്തിലുള്ള മഹാഭാരതത്തിൻ്റെ ഓരോ എപ്പിസോഡും കാണുമ്പം ക്വാളിറ്റിക്കകത്ത് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ലാതെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് മഹാഭാരതം ഒരുക്കിയതിനെക്കാട്ടിലും ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലുള്ള 200 കോടിക്കാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുമ്പം ആ ഒരു 200 കോടിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനകത്ത് ചെയ്യാവുന്ന ഏറ്റവും മാക്സിമത്തിൽ തന്നെയാണ് അദ്ദേഹം സിനിമ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന നായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ പ്രഭാസിനെ സംബന്ധിച്ചിടത്തോളം, പ്രഭാസ് ആയാലും ലാലേട്ടനായാലും, അതിനു മുമ്പ് ഇതിൻ്റെ ഒരു മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റീഫൻ ദേവസ്റ്റി എന്ന് പറയുന്ന നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ റോള്, അദ്ദേഹത്തിൻ്റെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഭാഗം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. കാര്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അക്ഷയ് കുമാർ, അല്ലെങ്കിൽ ലാലേട്ടൻ, പ്രഭാസ്, കാജൽ അഗർവാൾ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം. കാര്യം ഈ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏതാണ്ട് ഒരു 10 മിനിറ്റോളം മാത്രമേ കഷ്ടിച്ച് അദ്ദേഹമുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോസ്റ്റ്യൂം, അദ്ദേഹത്തിൻ്റെ ഒരു മേക്കപ്പ് ലെവൽ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്യാരക്ടറിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരും ഇപ്പോൾ പ്രഭാസ് ആണെങ്കിലും ശരി, ഒരുപാട് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതൊരു ഭക്തിപരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഭക്തിപരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന മഹാഭാരതത്തിന് അന്നും ഇന്നും എന്നും ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില തരത്തിലുള്ള സിനിമകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം ചില ആൾക്കാർ ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് പറയുമായിരിക്കും കേരളത്തിൽ ഈ സിനിമയ്ക്ക് വലിയ സാധ്യതയൊന്നുമില്ല, മറ്റുള്ള നാടുകളിലാണ്. ഇപ്പം കേരളത്തിലും നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഭക്തിപരമായിട്ടുള്ള സിനിമയ്ക്ക് എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട്. അത് ഒരുക്കി വെക്കുന്ന രീതിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ അത് വിജയിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഭക്തി ലെവലിൽ തന്നെ കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിച്ചുകൊണ്ടാണ്. അതിപ്പം നമ്മൾ പറഞ്ഞ കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും അത് സ്വീകരിച്ചുകൊണ്ടാണ് ആ സിനിമ ഒരു നല്ല രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് വന്നത്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പം ഇപ്പം വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് തെലുങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടുന്ന തെലുങ്ക് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്ന സ്ഥലം, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത്, അതുപോലെ നമ്മുടെ തെക്കേ ഇന്ത്യ, നമ്മുടെ ഇപ്പോൾ കേരളം പോലുള്ളിടത്തൊക്കെ ഈ സിനിമ ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ശിവനും അല്ലെങ്കിൽ കണ്ണപ്പയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാം. ഇപ്പോൾ തിരുപ്പതിയിൽ കാളഹസ്തി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തൂടെ കാണിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനും അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കണ്ട് ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മുടെ കൺമുമ്പിലേക്ക് കാണുന്നത്. ഇപ്പം നമ്മൾ മഹാഭാരതമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് തിരുപ്പതി കാളഹസ്തി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളും, അല്ലെങ്കിൽ ശിവനും കണ്ണപ്പയും മറ്റുള്ള ആൾക്കാരും, ഇപ്പം അങ്ങനെയുള്ള കിരാതനും അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കഥകൾ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുള്ള ആൾക്കാർ, അതിപ്പോൾ എല്ലാ തരത്തിലുള്ള കേട്ടിട്ടുള്ള ആളുകൾക്കും അതൊരു വിഷ്വലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് അല്ലെങ്കിൽ ആ സംഭവം എന്നുള്ളത് കാണാൻ വേണ്ടി ആഗ്രഹമുണ്ട്. കാര്യം ഇപ്പം ശിവനും അല്ലെങ്കിൽ കിരാതനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ണപ്പയും തമ്മിലുള്ള ചില കാര്യങ്ങളും എല്ലാം ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിനൊരു വെറും ഒരു ഭക്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഭക്തി എന്ന് പറയുമ്പം പോലും അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തത്തക്ക രീതിയിൽ തന്നെയാണ് ആ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ അത്തരത്തിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന അത് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഇപ്പം ഈ സിനിമയെ നമ്മൾ ഒരു തരത്തിലും കുറ്റം പറയാനായിട്ട് ഈ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. കാര്യം എല്ലാവരുടെയും ഒരു പെർഫോമൻസ് ലെവലാണെങ്കിലും ഇതിൻ്റെ മുകേഷ് കുമാർ സിംഗ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണെങ്കിലും ശരി, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ശരി, എല്ലാം അത്യാവശ്യം നമ്മൾ പറഞ്ഞ കണക്ക് എനിക്ക് ഈ നായകനായിട്ടുള്ള വിഷ്ണു മഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസ് മാത്രമേ ഞാനൊരു ആവറേജ് എന്ന് പറയുമ്പം മറ്റുള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഒരു നായക നടനെക്കാട്ടിലും കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസ് എന്ന് പറയുന്നത്. എല്ലാവരും എത്ര നേരം ഈ സിനിമയിൽ ഉണ്ടെന്നല്ല, ആ സിനിമയിൽ ഉള്ള സമയം ഇത്രയും വളരെ നല്ല രീതിയിൽ നമ്മൾ ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു നല്ല പെർഫോമൻസ് ആണ് ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.
തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വലിയൊരു വിജയമായി തീരണം. ഇപ്പോൾ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിനകത്തൊരു ക്യാമിയോ റോളിൽ വരികയാണെങ്കിൽ പോലും ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസ് ചെയ്ത് ഒരു വലിയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കകത്തും ലാലേട്ടനെ ഒരു വിജയം അവകാശപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു മഞ്ജു എന്ന് പറയുന്ന നായകനെയോ അല്ലെങ്കിൽ ഈ കഥയുടെ രീതിയോ അല്ല, ലാലേട്ടൻ എന്ന് പറയുന്ന നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ ഉണ്ടായതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് കാണണം എന്നൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അത് ഈ പറഞ്ഞ ഒട്ടും ചോരാതെ അല്ലെങ്കിൽ കൈമോശം വരാത്ത രീതിയിൽ ലാലേട്ടൻ്റെ ആ വളരെ കുറച്ച് നേരമുള്ള ആ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയും ഈ നമ്മൾ പറഞ്ഞ തെലുങ്കിൽ നിന്ന് വന്നിരിക്കുന്ന ഈ സിനിമയും ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.